ആര് എന്താന്ന് போயிட்டுருந்தல நைட் ட்ரெஸ் இட்டுட்டு இவட மாறுடா எல்லாம் அடிச்சு விடுனாரு நான் முடியாதுங்க ஏன்னா கையில் இருந்துச்சு பேரந்தாச்சு இந்த லீடர் கூட்டிட்டான் பாருங்க ലീഡർ കൂട്ടിയാർ அளவுக்கு பெரிய ആൾ இல்ல உங்களுக்கு ലീഡർ ഗുണിച്ച് നിർത്തിയിട്ട് പറയോ ആരാണ് ടെസ്റ്റോ കേട്ടില്ല എന്താ ടെസ്റ്റോ സവലി நான் சொன்னல நான் அவட ரிப்பேர்ல போய் நிக்கோனே அப்போ இவட வந்து நிக்கிற லைக் எந்த தீட்ட திருஷுக்கு இவட மாறி கழிச்சு நான் மாற முடியாதுன்னு சோ கையொண்டு இடிச்சோன்னே பேர் சொல்லிச்சு இப்போ நான் என் பேர் பறந்து அவரும் பேர் சொல்லிச்சு பேர் சொல்ல முடியாது ஒரு லீடரை கூட்டிப்பாங்க அதுக்கப்புறம் லீடர் இருந்தப்புறம் நான் ஃபேமிலின்னு சொல்லல லீடர் இருக்காங்க அப்புறம் வந்து ஒரு லீடர் கூட்டிட்டா குனிச்சு நிறுத்தி போறேன் ಹೌದು ಟಿಜಿ ಆണോ ಏಬಳಿ പേര് ജോസുട്ടി. ജോസുട്ടി. ഓ അപ്പളിക്ക് ഇല്ല അപ്പൊ ഗ്യാങ് പേരൊന്നും ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല. എന്തെങ്കിലും റൂൾസ് ഉണ്ടോ? ഏതാ ഗ്യാങ് എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റുന്നില്ല. ഇല്ല പറയും. എന്താ ഇപ്പൊ എന്താ പ്രശ്നം? ഇല്ലല്ല ഞാൻ ഗ്യാങ് ചോദിച്ചതാ. എടാ മാറിക്ക് നിങ്ങോട്ട് മാറി എന്നാ സീനൊന്നും ഇല്ല. ഇവൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൻ നമ്മളെ ഗാംഗിൽ എടുത്തിട്ട് പേര് ചോദിച്ചു. അപ്പൊ പേര് ചോദിച്ചപ്പോ അവന്റെ പേര് പറഞ്ഞു. അപ്പൊ ഇവന്റെ അടുത്ത് പേര് ചോദിച്ചത് ഇവൻ പറഞ്ഞു നീ എന്റെ ലീഡറിനെയും കൂട്ടിക്കൊണ്ടുപോവാ എന്നാലും പേര് പറയാൻ പറ്റില്ല. പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ടാണ് ഇവന്റെ അടുത്ത് തിരിച്ചു വെച്ച് പോകാൻ പറഞ്ഞു. നിനക്ക് എല്ലാവരും പേര് വെച്ചപ്പോ அது ஃபர்ஸ்டே சொல்லிட்டாரு. அதெல்லாத அல்ல அல்ல யாரா கேங் டெஸ்கவுண்ட் அப்புறம் தெரியும். டெஸ்கவுண்ட் அப்புறம் தெரியும். நான் பேர் சொன்னேன். நான் பேர் சொன்னேன்டா. எவடா எனக்கு நீ யாரு வெயிட்டடா ஜஸ்ட் സംസാരിക്കട്ടെ. வெயிட் ஆகிட்டு சரிடா. வருது அப்படியே அடிச்சு பாத்து பேசு சரியா? குட்டி கொஞ்சம் மாதிரி பேசிட்டு ஏன் அடுத்து பேச അവനോട് ഗ്യാങ്ങിന്റെ പേര് വെച്ചപ്പോ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. മനസ്സിലായി ഗ്യാങ് ആണെന്ന് തോന്നിയോണ്ടാണ് ചോദിച്ചത് ഗ്യാങ്ങിന്റെ പേര്. അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വെക്കണം. അപ്പൊ ആദ്യം പേര് വെച്ച് നമ്മൾ അങ്ങോട്ട് പേര് വെച്ചപ്പോ പേര് പറഞ്ഞു. അപ്പൊ നമ്മള് ഗ്യാങ് ഏതാന്ന് വെച്ചു. അപ്പൊ അവനത് പറഞ്ഞില്ല. ഇതിന്റെ ബ്രോ നമ്മള് നിന്നോട് ചോദിച്ചു ഗ്യാങ് ഫാമിലി ആണോ ഗ്യാങ് ആണോന്ന് ചോദിച്ചു. അതിന്റെ ഇടയിൽ നീ എന്താ വിഴുങ്ങി അതൊന്നും മൊത്തം അങ്ങോട്ട് പേര് ഗ്യാങ്ങിൽ ചോദിച്ചാ പേര് പറയണം. നീ പേര് ചോദിക്കുമ്പോ തന്നെ ഞാൻ പറയാം നിന്റെ ലീഡറെ കൂട്ടിട്ടോ ഞാൻ എന്റെ പേര് പറയാം. ബ്രോനോട് ആദ്യം പേര് ചോദിച്ചു. ബ്രോ പേര് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇത് ഫാമിലിയിലാണോന്ന് ചോദിച്ചു. ബ്രോ അതിന് റെസ്പോണ്ട് ഞാൻ ചോദിച്ചല്ലോ നിന്നോട്. ഫാമിലി ആണോ നമ്മൾ ചോദിച്ചു. ഞാൻ ഡെസ്ക് ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവൻ പേര് പറഞ്ഞില്ല. അപ്പൊ ഡെസ്ക് അവൻ പേര് ചോദിച്ചപ്പോ അവന് പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്താൽ അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്താൽ മതിയില്ലോ. ചോദിച്ചിട്ടില്ലെന്നാണ് അവൻ പറയുന്നത്. നമ്മള് ചോദിച്ചത് കാര്യം പറഞ്ഞില്ല. നമ്മളെ അറിയാനുണ്ടോ ഇല്ലല്ലോ. അങ്ങനെ ഇപ്പൊ ചിലപ്പോ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലേ ഇവരെങ്ങനെ പറയേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായില്ലേ? ചോദിച്ചോണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളെ ഗ്യാങ് ലീഡറിനെ കൂട്ടിട്ട് എന്നിട്ട് പേര് പറയാന്ന് പറയേണ്ട കാരണം
അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിലല്ലേ അതിന്റെ ആ ലോജിക്ക് അവിടെ അല്ലടാ അവൻ പേരല്ലേ ചോദിച്ചത്, മനസ്സിലായില്ലേ? അല്ല ജോസ് ജസ്റ്റ് ആലോചിച്ചു പേര് ചോദിക്കുമ്പോ തന്നെ നമ്മള് പറയണം ഗ്യാങ് ലീഡറിനെ കൂട്ടിയിട്ട് ഇത് സിറ്റി സെന്റർ ഫാമിലി പേര് ചോദിച്ചപ്പോ ആ ഫാമിലി പേര് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ടല്ലേ. അതിപ്പോ ഇങ്ങനെ പറയത്തില്ല, ലോജിക്കലി നോക്കുമ്പോ അങ്ങനെ ശരിയാണ്. ലോജിക്കലി നോക്കുമ്പോ നമ്മളാരും ഗ്യാങ് ലീഡറിനെ കൂട്ടിട്ട് വന്നിട്ട് പേര് പറയുന്ന പറഞ്ഞ അങ്ങനെ ആരും പറയില്ലല്ലോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജോസിന് പറഞ്ഞു എടുക്കാൻ താല്പര്യമില്ല. ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് சவுண்ட் അതെ 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 இங்க இருந்தா மாறணும் அதோ இது வர சரி ஃப்ரெண்ட்லி லைக் முன்னாடியே எனக்கு தெரியும். ஸோ ஃப்ரெண்ட்லின்ட்டு தான் ஜாலியாக நின்று பேசிட்டு இருப்பேன். உங்க பேர் என்ன? நைட்டி. ஹலோ நைட் ட்ரெஸ். நைட்டியா? நைட் ட்ரெஸ் சாரா. நியூ ஃபேஷன் பிரதர். பேரண்டா மாலிக் പിള്ളേരുടെ ഒരു ഫാഷൻ என்ன பயங்கரமான Dress. അല്ലേ போடா ப்ரோ உன்னை பார்த்து வாந்தி எடுக்குது பாரு ப்ரோ இந்த பையன். கேங் Dress பார்த்து வாந்தி எடுக்குது எனக்கு. என்னன்னு சொல்லு. അടാ ഇത് കണ്ട മറ്റേ ഏതോ ഒരു പുള്ളി ഇവിടെ നൈറ്റ് ഇട്ട് ഇറങ്ങി. അടാ പോടാ. തീട്ട പോടാ. എടാ നീ ഒന്ന് മാറി നിക്കേ. ഇവിടെ ഇരിക്കല്ലേ. മാറി നിക്കേ ഇല്ലെങ്കിൽ അടി കൊണ്ട് തീറും കേട്ടാ. മാറി നിക്കടാ. ഇട്ടാ. முடியாது பிரദർ. നോ. ആണോ? മാറി നിക്കടാ. ശരിയാ. സിറ്റി ഇപ്പൊ കണക്ട് ആയിട്ട് എനിക്ക്. സിറ്റി എന്തോ ഇഷ്യൂ ഉണ്ടായിച്ചാ കേറാൻ പറ്റുന്നില്ല. നിനക്കറിയോ സ്ഥലം? ഇനി പറ്റൂല. എന്താ പേരെന്താ ബ്രോ? നിനക്കെല്ലാം അറിയണോ? അറിയണോ? ഓ എന്റെ ലീഡറിനെ വിളിച്ചിട്ട് വാ. കേട്ടാ? അത് കൊള്ളാലോ. അത് ഇവനാണോ ആദ്യം പറഞ്ഞത്? അല്ല അവൻ തന്നെയാണ് പറഞ്ഞത്. ഇവന്മാർ എന്നിട്ട് അത് കൺവേർട്ട് ആക്കിയതാണോ?